പരിശുദ്ധ കഅബാലയം കേവലം ഒരു കെട്ടിടമല്ലെന്നും ലോകത്തിനാകമാനം മാർഗദർശനമായിട്ടാണ് കഅബാലയത്തിന്റെ നിർമ്മിതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഉമ്മത്ത് മുസ്ലിമയോട് സവിശേഷമായി തൗഹീദ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പരിശുദ്ധ കഅബാലയം ഉയർത്തിപ്പിടിക്കുന്നതെന്നും ആദ്യത്തെ ഖുതുബയിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ഖുതുബയിൽ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുദീർഘമായ ധാരാളം പ്രാർത്ഥനകൾക്കിടയിൽ നിന്ന് നമ്മുടെ ജീവിതവും സ്വപ്നവുമായി മാറുന്ന ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന രണ്ട് പ്രാർത്ഥനകളെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാമത്തേത് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ ഘടനയെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള നിർഭയത്വം തേടിയുള്ള, ഭയപ്പാടുകളിൽ നിന്ന് അഭയം തേടിയുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമത്തേതാകട്ടെ ഇന്നി അസ്കന്തു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. ഒരു ജീവിതായോധന മാർഗങ്ങളുമില്ലാത്ത ജലജല ഫലശൂന്യമായ മരുഭൂമിയിൽ എനിക്ക് ശേഷം അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു തലമുറയെ എന്റെ മക്കളിൽ നിന്ന് ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. അതൊരു പ്രാർത്ഥനയായിരുന്നില്ല, അതൊരു പ്രഖ്യാപനമായിരുന്നു. അത് വലിയ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു. ഏറ്റവും ഒടുവിൽ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ സൂചിപ്പിച്ചത് ആ പ്രഖ്യാപനത്തിലെയും ആ സ്വപ്നത്തിലെയും വർത്തമാനങ്ങളെ എന്റെയും നിങ്ങളുടെയും മക്കളിലേക്കും പേരക്കുട്ടികളിലേക്കും ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവേ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ എനിക്ക് ശേഷം ഈ ഭൂമിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു തലമുറ, അത് എന്റെ ചോരയിൽ പിറന്ന എന്റെ മക്കളുണ്ട്. ഞാൻ താങ്ങും തണലുമായി വളമിട്ട് വളർത്തിയെടുത്ത എന്റെ കുടുംബമുണ്ട് എന്ന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു സ്വപ്നത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരണം എന്നായിരുന്നു ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ മറ്റു ചില സംഭവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ചരിത്രം നമ്മൾ തന്നെ ആയി മാറുന്ന ചില മുഹൂർത്തങ്ങളുണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കുക, വിശുദ്ധ ഖുർആന്റെ ഒരു ചരിത്ര ആഖ്യാന ശൈലിയുണ്ട്. ആ ചരിത്രം പറയുന്നിടത്തൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എപ്പോഴോ കഴിഞ്ഞുപോയ ചരിത്രങ്ങളെ കേവലം ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടു കൂടി കേൾക്കുകയല്ല, ആ ചരിത്രത്തിലെ കഥാപാത്രങ്ങളായി നമ്മളെ മാറ്റിയെടുക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഇബ്രാഹിമായി മാറും, നമ്മൾ ഒരു ഭാഗത്ത് ഇസ്മായിലായി മാറും. ആ ചരിത്രത്തെ വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന് ഘടിപ്പിക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് 2500 വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലാകുമ്പോൾ നമ്മളും ആ ചരിത്രത്തിന്റെ ഭാഗമായി മാറും. എന്നല്ല, കഥാപാത്രങ്ങൾ നമ്മളായി മാറുന്ന ഒരു വലിയ വിസ്മയമാണ്
ലോക മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ ഹജ്ജ് എന്ന് പറയുന്ന ഈ മഹത്തായ ആരാധനാകർമ്മം ഉയർത്തിപ്പിടിക്കുന്നത്. ഞാൻ ഓതിവെച്ച സൂക്തം സൂറത്തുൽ ബഖറയിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പാഠഭാഗമാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ആയത്തുൽ കുർസിയാണ് എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മൾ സാക്ഷ്യപ്പെടുന്നു. ആയത്തുൽ കുർസിയാണ്, ആധിപത്യത്തിന്റെ ആയത്താണ്. ഏറ്റവും ഹ്രസ്വമായ വാക്കുകളിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സൂക്തമാണ്. ആ സൂക്തത്തിന്റെ ഘടനയിൽ നിന്ന് അതിന്റെ സൂക്ഷ്മമായ പദപ്രയോഗങ്ങളെ ഓരോന്നിനെയും നമ്മളൊന്നെടുത്ത് ഇഴകീര് പരിശോധിച്ചതിന് ശേഷം തൊട്ടടുത്ത സൂക്തത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ അള്ളാഹുവിന്റെ ആധിപത്യം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ബാക്കി എല്ലാത്തിന്റെയും ആധിപത്യത്തെ നിരാകരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ പദത്തിന് രണ്ട് തലമുണ്ട്, നമുക്കറിയാം. അതിന്റെ ആദ്യ ഭാഗം ഒരു ശൂന്യതയാണ്, എംറ്റിയാണ്. ലാ ഇലാഹ എന്ന് പറയുന്ന ഇലാഹ്, ഒരു ഇലാഹുമില്ല, ഒരു ഇലാഹുമില്ല എന്ന ഒരു ശൂന്യതയെ ആദ്യം സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. ആ ഒരു ഇലാഹുമില്ല എന്ന ശൂന്യതയിൽ അതിന് യോഗ്യതയുള്ള ഒരു ഇലാഹിനെ സ്ഥാപിച്ചെടുക്കണം. ഇല്ലല്ലാഹ്. ഇത് വശ്യവും സുന്ദരവുമായ ഒരു പദപ്രയോഗമാണ്. ഇത് ലോകത്തെ ഏറ്റവും അകക്കാമ്പുള്ള പദപ്രയോഗമാണ്. ഈ ഒരൊറ്റ പദപ്രയോഗം വിശദീകരിക്കാൻ ലോകത്ത് ഇറങ്ങിയിട്ടുള്ള കോടാനുകോടി പുസ്തകങ്ങൾ, ലോകത്ത് നടന്നിട്ടുള്ള കോടാനുകോടി പ്രഭാഷണങ്ങൾ എന്നിട്ട് അവസാനിച്ചിട്ടുണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ്? എന്നിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏതൊക്കെയോ അരികും മൂലയും മാത്രമേ മനുഷ്യനിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും കാമ്പും കാതലുമുള്ള, ഏറ്റവും വശ്യവും സുന്ദരവുമായ, ഏറ്റവും ഉദാത്തവും പവിത്രവുമായ ഒരു കലിമത്താണ് യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ഉയർത്തിപ്പിടിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്. നമുക്ക് പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള പലതിന്റെയും വലിപ്പവും മനോഹാരിതയും മനസ്സിലാകാറില്ല, അല്ലെ? നമസ്കാരത്തെ കുറിച്ച് ഒരു ദർവീഷിന്റെ സന്നിധിയിൽ ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നമസ്കാരത്തിൽ എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല, എന്റെ പ്രാർത്ഥനകൾ പല വഴിക്ക് പോകുന്നു. അപ്പൊ ദർവീഷ് ചോദിച്ചു, നീ എന്തിനു വേണ്ടിയാണ് നമസ്കരിക്കുന്നത്? ഞാൻ നമസ്കരിക്കുന്നത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആണോ? സ്വർഗം നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വർഗം കണ്ട ആരെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വർഗം അനുഭവിച്ച ആരെങ്കിലും നീ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നീ കണ്ടിട്ടില്ലാത്ത, നീ അനുഭവിച്ചിട്ടില്ലാത്ത, മറ്റാരെങ്കിലും അനുഭവിച്ചതായി പോലും നീ അനുഭവിച്ചിട്ടില്ലാത്ത ഒന്നിനെ മുന്നിൽ കണ്ടിട്ട് നീ നമസ്കരിക്കാൻ നിന്നാൽ നിന്റെ നമസ്കാരത്തിന് ഏകാഗ്രത കിട്ടുകയില്ല. ഇപ്പൊ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തെ നീ തിരിച്ചറിഞ്ഞാൽ നിന്റെ നമസ്കാരത്തിന് നിനക്ക് ഏകാഗ്രത കിട്ടും. അല്ലെ? നമ്മളിങ്ങനെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോ, അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ കൈകെട്ടി ആരോഗ്യത്തോടു കൂടി നിന്ന് നമസ്കരിക്കുമ്പോ ഒന്ന് അനങ്ങാനോ തിരിയാനോ മറിയാനോ കഴിയാത്ത വിധം ആരോഗ്യം നഷ്ടപ്പെട്ട് ആശുപത്രികളിൽ ഐസിയുവിലും വെന്റിലേറ്ററുകളിലും കഴിയുന്ന ആളുകളുണ്ട്.
അവരങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും എന്നെ ഇങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ആരോഗ്യം കൊണ്ട് എന്നെ അനുഗ്രഹിച്ച അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുടെയും പരാധീനതകളുടെയും ഇടയിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്കിടയിൽ നിന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഇതുപോലെ എനിക്ക് ഉദവി നൽകുകയും പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷാമാർഗം നൽകുകയും ചെയ്ത ഒരു നാഥനുണ്ടല്ലോ, ആ നാഥനുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ദർവീഷ് ആ സംസാരവുമായി അദ്ദേഹത്തിന്റെ മുമ്പിൽ സംശയവുമായി വന്ന മനുഷ്യനോട് പറഞ്ഞത്, നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തെ നീ ഒന്ന് തിരിച്ചറിയും. നീ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കിട്ടിയിട്ടില്ലാത്ത, കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത, അതവിടെ നിൽക്കട്ടെ, അതിലേക്കുള്ളൊരു വഴിയാണിത്. പക്ഷെ ഈ വഴിയിൽ നിനക്ക് ആസ്വാദ്യത ഉണ്ടാകണമെങ്കിൽ കിട്ടിക്കഴിഞ്ഞതിനെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കേണ്ടതില്ലേ? അത് ചിന്തിച്ചുകൊണ്ട് നീ നമസ്കരിക്കും. അപ്പോൾ നിനക്ക് ഏകാഗ്രത ലഭിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നാം പലപ്പോഴും നമ്മുടെ കൈവശമുള്ളതിന്റെ മൂല്യം തിരിച്ചറിയാതെ പോകുന്ന ദുർബലരോ ബുദ്ധിശൂന്യരോ ആയി മാറിപ്പോകാറുണ്ട് ചിലപ്പോൾ. ലാ ഇലാഹ ഇല്ലല്ലയുടെ മൂല്യം നമുക്കറിയാതെ പോകുന്നത് അതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസിയും അതിനുശേഷവും ഞാനതിന്റെ സുദീർഘമായ വിശദാംശങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുകയാണ്. അള്ളാഹുവിന്റെ ആധിപത്യത്തെ നമുക്ക് മുമ്പിൽ പറഞ്ഞു വെച്ചതിന് ശേഷം ഒരു ശൂന്യതയിൽ മനുഷ്യരെ കൊണ്ടുവന്നെത്തിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാത്തിനെയും നിരാകരിച്ചേക്കുക. താഹൂത്ത് വജ്തനിബ് താഹൂത്ത്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്യ് ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുഅ്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഖുർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. എല്ലാത്തിനെയും നിരാകരിച്ചേക്കണം. എല്ലാത്തിനെയും നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിടിക്കാനുള്ള ഒരു പിടിവള്ളിയുണ്ട്. ആ പിടിവള്ളി ഏതായിരിക്കണമെന്ന് ചോദിച്ചാൽ അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ. എന്റെ പ്രിയപ്പെട്ടവർക്കറിയാം, പല ആവർത്തി ഈ സൂക്തം ഞാൻ ഇതേ മിമ്പറിൽ വിശദീകരിച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ മുമ്പിലെ രക്ഷാധികാരി, ആത്മമിത്രം, അവന്റെ വലിയ എന്ന് പറയുന്നത് അള്ളാഹുവാണ്. ഏറ്റവും നല്ല ആത്മമിത്രം. നേരത്തെ നമസ്കാരത്തെ കുറിച്ച് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മിത്രത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ നമ്മെ ക്ഷണിച്ചാൽ, നമ്മൾ ഏറെ ആഗ്രഹിക്കുന്ന, ഏറെ ആദരിക്കുന്ന ഒരു മനുഷ്യനോടൊപ്പം നമുക്ക് സമയം ചിലവഴിക്കാൻ അവസരം ലഭിച്ചാൽ, വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളോടൊപ്പം, മമ്മൂട്ടിയോടൊപ്പം അരമണിക്കൂർ ചിലവഴിക്കാൻ അവസരം ലഭിച്ചാൽ എന്ത് ആത്മാഭിമാനത്തോടു കൂടി നമ്മൾ സമയം ചിലവഴിക്കും? കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു രൂപം അല്ലെങ്കിൽ ഒരു ബിംബം അത്രമേൽ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. അത് വലിയ ഹൃദ്യതയാണ്. എങ്കിൽ അതിനേക്കാളൊക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പതിഞ്ഞു കിടക്കേണ്ട അള്ളാഹുവിനോട് സംസാരിക്കാൻ ഇതാ എന്റെ സമയമായിരിക്കുന്നു, ഞാൻ എന്റെ റബ്ബിനോട് സംസാരിക്കേണ്ട സമയമാണ്. ആ നമസ്കാരത്തിലേക്ക് കടന്നു വരുമ്പോഴുണ്ടാകുന്ന അനുഭൂതിയെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൈവെള്ളയിൽ വെച്ച ഒരു മനുഷ്യന്റെ ആത്മനിർവൃതിയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതൊരു ആത്മീയതയുടെ പടവുകളാണ്. ആ ആത്മീയതയുടെ പടവുകളിൽ മനുഷ്യന്റെ വിശ്വാസിയുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലയോ വിശ്വാസിയായ മനുഷ്യ, നിന്റെ ആത്മമിത്രം ഇതാ ഞാനിവിടെ ഉണ്ട്. അല്ലാഹു വലിയുല്ലദീന ആമനു, വിശ്വാസികളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, രക്ഷാധികാരി അല്ലാഹു മാത്രമാണ്. യുഖ്രിജുഹും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ. എല്ലാ ഘനാന്തകാരങ്ങളെയും ഭേദിച്ച് നിങ്ങളെ വെളിച്ചത്തിന്റെ നേർപാതത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ളവനാണ് ആ അല്ലാഹു.
നേരെ മറിച്ചാണ് എങ്കിൽ വല്ലദീന കഫറു ഔലിയാഉഹും താഗൂത്ത്, വല്ലദീന കഫറു ഔലിയാഉഹും താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്. നിഷേധിക്കൂട്ടങ്ങളുടെ ആത്മമിത്രം എന്ന് പറയുന്നത് അല്ലാഹുവല്ലാത്ത മുഴുവൻ ശക്തികളും അവർക്ക് ആത്മമിത്രങ്ങളായുണ്ട്. പക്ഷെ അവയൊക്കെയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്, വെളിച്ചത്തിൽ നിന്ന് കൂരിരുട്ടിലേക്കാണ് വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കൂരിരുട്ടിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകാവകാശികളാണ്, അതിലവർ ശാശ്വതമായി വസിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വർത്തമാനത്തിൽ 17 മിനിറ്റ് ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു, 18 മിനിറ്റ് പിന്നിട്ട് കഴിഞ്ഞു. ഈ 18 മിനിറ്റ് ഞാൻ വിശദീകരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇനി പറയാൻ പോകുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു വാങ്മയ ചിത്രത്തിൽ നമ്മൾ കഥാപാത്രങ്ങളായി മാറുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ ചരിത്രം എന്താണെന്നോ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹിം ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക്. കേട്ട പരിചയമുണ്ട്, പലയാവർത്തി നാം പഠിച്ചിട്ടുണ്ട്. അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹിം, ഇബ്രാഹിമിനോട് തർക്കിച്ച മനുഷ്യനെ കണ്ടോ? അധികാരത്തിന്റെ ഹുങ്കുകൊണ്ട് അള്ളാഹു നൽകിയ അധികാരം കയ്യിലുണ്ടായിരിക്കെ ഇബ്രാഹിമുമായിട്ട് തർക്കത്തിലേർപ്പെട്ട നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരിയെ നിങ്ങൾ കണ്ടോ? കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം. ഒരു ഭാഗത്ത് ഇസ്ലാം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ജാഹിലിയത്ത് ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാഹിലിയത്തുകളെയും പ്രതിനിധീകരിക്കാവുന്ന ഒരു പദപ്രയോഗമായി ഇപ്പോൾ നമ്രൂദിനെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. നിങ്ങൾ ആ നമ്രൂദിനെ കണ്ടാൽ മറുഭാഗത്ത് നിങ്ങൾ ഇബ്രാഹിമായി മാറുന്നു. ആ നമ്രൂദും ഇബ്രാഹിമും തമ്മിലുള്ള സംവാദം എന്ന് പറയുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ ആരംഭിച്ച് ഇനിയങ്ങോട്ട് ലോകാവസാനത്തിന്റെ അവസാനത്തെ മനുഷ്യൻ വരെ നിലനിൽക്കാനുള്ള ഒരു സംവാദത്തിന്റെ വിഷയത്തിലേക്കാണ് ആ വർത്തമാനം വന്നെത്തുന്നത്. നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അറിയാം, ഇബ്രാഹിമ്, നിന്റെ വർത്തമാനത്തിൽ നീ ജനങ്ങളെ കൂടെ കൂട്ടാൻ വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചപ്പാടുകളിൽ നീ പറയുന്ന അള്ളാഹു ആരാ? അള്ളാഹു എന്നല്ല ചോദിക്കുന്നത്, നിന്റെ റബ്ബ് ആരാണ്? നീ ഉദ്ദേശിക്കുന്ന സൃഷ്ടി സ്ഥിതി സംഹാരം നിർവഹിക്കാൻ കഴിവുള്ള റബ്ബ് ആരാണ് എന്ന് ചോദിക്കുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഇദ ഖാല ഇബ്രാഹിമു റബ്ബിയല്ലദീ യുഹ്യി വയുമീത്. എന്റെ റബ്ബോ, എന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ആണോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ അന ഉഹ്യി വഉമീത്, ആ കഴിവ് എനിക്കുമുണ്ട്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. സദസ്സിൽ നിന്ന് ഒരാളെ കൊന്നു മറ്റൊരാളെ ജീവിക്കാൻ പറ്റും, അറിയുന്നതാണല്ലോ. യഥാർത്ഥത്തിൽ ഈ സംവാദം ആരാണ് അല്ലാഹു? ഒരു സംവാദത്തിന്റെ ശൈലി എന്താണ്? സംവാദത്തിന്റെ ലക്ഷ്യം എന്താണ്? അല്ലാഹുവും വിശ്വാസവും തമ്മിലുള്ള ബന്ധം എന്താണ്? അവിശ്വാസിയുടെ രക്ഷാധികാരി ആരാണ്? വിശ്വാസിയുടെ രക്ഷാധികാരിയായി മാറുന്ന അല്ലാഹു എങ്ങനെയാണ് വിശ്വാസിയുടെ കാര്യത്തിൽ ഇടപെടുക? എത്ര ചോദ്യങ്ങളായി. സംവാദത്തിന്റെ ശൈലി എന്താണ്? സംവാദത്തിന്റെ ലക്ഷ്യം എന്താണ്? ആരാണ് അല്ലാഹു? വിശ്വാസിയും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം എന്താണ്? അവിശ്വാസികളുടെ രക്ഷാധികാരി ആരാണ്? വിശ്വാസിയുടെ രക്ഷാധികാരിയായി മാറുന്ന അല്ലാഹു എങ്ങനെയാണ് വിശ്വാസിയെ സഹായിക്കുക? 6 ചോദ്യങ്ങളുടെ ഉത്തരമാണ്.
ഇബ്രാഹിം പറഞ്ഞു, എന്റെ റബ്ബ് ജീവിപ്പിക്കും മരിപ്പിക്കും, അല്ല ഞാനും ജീവിപ്പിക്കും മരിപ്പിക്കും. നമ്രൂദിന്റെ മറുപടിയാണ്. ആ മറുപടിയുടെ മുമ്പിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത ലോകാവസാനം വരെ തിരുത്തേണ്ടതില്ലാത്ത മറുപടി കൊണ്ട് അദ്ദേഹം വായടപ്പിക്കുന്നു. ഫബുഹിത്തല്ലദീ കഫർ, നിഷേധത്തിന്റെ വായ മൂടിക്കെട്ടുന്ന വർത്തമാനം അദ്ദേഹം പറഞ്ഞത്, എന്റെ റബ്ബ് ഖാല ഇബ്രാഹിം ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ്, എന്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കൊണ്ടുവരുന്നവനാണ്. ഇനി നീയാണ് റബ്ബ് എങ്കിൽ ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, നീയാണ് റബ്ബ് എന്ന് നിനക്ക് വാദമുണ്ടെങ്കിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കൊണ്ടുവരണ്ട, പടിഞ്ഞാറിൽ നിന്ന് നീ കിഴക്കോട്ട് കൊണ്ടുപോവാ. എന്റെ റബ്ബാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീയാണ് റബ്ബ് എങ്കിൽ നീ മടക്കി കൊണ്ടുപോവാ എന്ന ഒരൊറ്റ വർത്തമാനത്തെ വിശുദ്ധ ഖുർആൻ പറയുന്നു ഫബുഹിത്തല്ലദീ കഫർ, നിഷേധത്തിന്റെ വായ മൂടി കെട്ടിയ മറുപടിയാണ് ലോകാവസാനം വരെ. സംവാദത്തിന്റെ ശൈലി എന്താ? ഏറ്റവും യുക്തിഭദ്രമായി, ഏറ്റവും സമാധാന ചിത്തതയോടുകൂടി, ഏറ്റവും വശ്യമായി ചോദിക്കുന്നവന്റെ മുമ്പിലെ ചോദ്യത്തിന് കൊടുക്കേണ്ട മറുപടി ഒരുപാട് വിശദീകരിക്കല്ലോ. ആരാണ് അള്ളാഹു എന്ന് ചോദിച്ചപ്പോ, ആരാണ് റബ്ബ് എന്ന് ചോദിച്ചപ്പോ ഒരുപാട് വർത്തമാനങ്ങൾ ഇങ്ങനെ പലയിടങ്ങളിൽ നിന്ന് വാരിക്കൂട്ടിക്കൊണ്ടുവന്ന് ഈ പറഞ്ഞതിലെല്ലാം അള്ളാഹു ഉണ്ട്, നീ മനസ്സിലാക്കിക്കോ എന്നല്ല, ഒറ്റ വർത്തമാനം കൊണ്ട് അള്ളാഹുവിലേക്ക് വന്നു. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇതേ സംവാദമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തിന്റെ ഇടയിലും നടത്തിയ ചന്ദ്രന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് അസ്തമിച്ചു പോയ ഘട്ടത്തിൽ ഇതെങ്ങനെ നമ്മുടെ ദൈവമാകും, അസ്തമിച്ചു പോകുന്നവ എങ്ങനെ ദൈവമാകുമെന്ന് ചോദിക്കുന്നത്. സൂര്യന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന നക്ഷത്രങ്ങളുടെ മുമ്പിൽ എന്നല്ല, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഓരോന്നിന്റെയും ദൗർബല്യത്തെ ജനങ്ങളുടെ മുമ്പിൽ പൊളിച്ചു കാണിച്ചു കൊടുക്കുമ്പോ അവർ ചോദിക്കുന്ന ചോദ്യവും ഇതാണ്, എങ്കിൽ പിന്നെ ആരാ റബ്ബ്? എങ്കിൽ പിന്നെ ആരാണ് റബ്ബ്? ആ സംവാദത്തിന്റെ മറുപടിയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ്, വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചു. അപ്പൊ സംവാദം പൂർണ്ണമായി. എവിടം വരെ പൂർണ്ണമായി? ലോകാവസാനം വരെ പൂർണ്ണമായി. പക്ഷെ സംവാദത്തിന്റെ ഭൂമി ഇനിയും ഇനിയും ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആ സംവാദത്തിന്റെ ഭൂമിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഇബ്രാഹിം ആരായിരിക്കും? ഞാനും നിങ്ങളുമായിരിക്കും. നമുക്ക് ശേഷം വരാൻ പോകുന്ന തലമുറയായിരിക്കും. അതാണ് ഈ ഖുതുബയുടെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിന്റെ ചരിത്ര ആഖ്യാന ശൈലിയിൽ, പ്രതിപാദന ശൈലിയിൽ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തു നിന്ന് ചരിത്രത്തെ വിളിച്ചു പറയുമ്പോൾ ആ ചരിത്രത്തിന്റെ കഥാപാത്രങ്ങളാക്കി നമ്മളെ ഓരോരുത്തരെയും മാറ്റിയെടുക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, ഈ സംവാദത്തിന്റെ സമാപനം എന്താ? നമ്രൂദിന്റെ മുന്നിൽ തയ്യാറാക്കി വെച്ച മിഞ്ചരീഖ് എന്ന വാഹനത്തിൽ നിന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിന്റെ തൊട്ട് മുൻപ് ഇബ്രാഹിമിന്റെ മുമ്പിൽ ഉയരുന്ന രണ്ട് ചോദ്യങ്ങൾക്ക് കൂടി ഇബ്രാഹിം മറുപടി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് രണ്ട് ചോദ്യം? ഒന്നാമത്തെ ചോദ്യം നമ്രൂദിന്റെതാണ്. രണ്ടാമത്തെ ചോദ്യം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെതാണ്. ഇത് വെറുതെ പറയുന്നതല്ല, നമ്മൾ പഠിക്കാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് മുന്നിൽ വെച്ചിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ചോദ്യം നമ്രൂദ് ചോദിച്ചത്, ഇബ്രാഹിമിന് നിനക്കൊരു അവസരം കൂടി തരാം, വേണമെങ്കിൽ നിനക്ക് പിന്മാറാം, പിന്മാറിയാൽ നിന്നെ രക്ഷപ്പെടുത്തി തരാം. രാജാവിന്റെ വാഗ്ദാനമാണ്. രാജാവിന്റെ വാഗ്ദാനത്തിന് രാജകീയമായ പ്രൗഢിയോടുകൂടിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ആ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് പകരം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത മറുപടി ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, എനിക്ക് എന്റെ അമ്മ മതി, അവനാ പരമേൽപ്പിക്കുന്നവരിൽ ഉത്തമൻ. പക്ഷെ മറ്റൊരു സാഹചര്യത്തിൽ ഞാനത് വിശദീകരിക്കും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യം, ഇബ്രാഹിമെ, മുന്നിൽ ആളിക്കത്തുന്ന തീയാണ്, മിഞ്ചരീഖ് എന്ന് പറയുന്ന വാഹനത്തിന്റെ ലിവറൊന്ന് മാറ്റിയാൽ നീ തെറിച്ചു വീഴാൻ പോകുന്ന തീക്കുണ്ടാരത്തിലാണ്. അതുകൊണ്ട് ഈ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെടും മുൻപ് നിന്റെ റബ്ബിനോട്, അഥവാ ഏതൊരു റബ്ബിനെ മുന്നിൽ വെച്ചുകൊണ്ടാണോ ഈ തർക്കവിതർക്കങ്ങളിൽ നിഷേധത്തിന്റെ വായടപ്പിച്ചത്, ആ റബ്ബിനോട് നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് ചോദിക്കാനുണ്ടെന്നല്ല,
എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നീട് ചോദിച്ചിട്ടുണ്ട്. ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിടാതെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഘട്ടം ഘട്ടമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നത് ഞാനിപ്പോൾ ചോദിക്കുന്നതിൽ നിന്ന് സ്വയം പര്യാപ്തനാണ്. ഞാനിപ്പോ ചോദിക്കണ്ട. ഞാൻ എന്തിനു ചോദിക്കണം? ഞാൻ എന്റെ റബ്ബിന് വേണ്ടി നിലകൊണ്ടവനാണ്. ഞാൻ എന്റെ റബ്ബിന് വേണ്ടി സംവദിച്ചവനാണ്. ഞാൻ എന്റെ റബ്ബിന് വേണ്ടി തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടാൻ പോകുന്നവനാണ്. എന്റെ റബ്ബ് എന്നെ സംരക്ഷിക്കുമെന്ന ഉറച്ച ബോധ്യം എന്റെ മനസ്സിലുണ്ട്. പിന്നെ ഞാൻ എന്തിനു ചോദിക്കണം? അയിനൂടി അനിസ്വാൻ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് വിശാലമായ ഒരു സംവാദത്തിന്റെ ഭൂമികയിൽ വിജയം പ്രതീക്ഷിക്കുന്ന വിശ്വാസികളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ സഹായം എങ്ങനെ പെയ്തിറങ്ങുന്നു എന്ന് ചോദിച്ചാൽ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ തണുപ്പും ശാന്തിയുമാകണം. ലോകത്ത് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? തീ കത്തിക്കാനുള്ളതാണ്, കരിക്കാനുള്ളതാണ്. തണുത്ത തീ, തണുപ്പുള്ള തീ ലോകത്ത് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. തീയതിന്റെ വൈരുദ്ധ്യം പുറത്തെടുത്തത് ലോകത്താദ്യം അവസാനം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഇത് 4000 വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ കൊളുത്തിത്തരുന്ന ഒരു വലിയ വെളിച്ചമുണ്ട്. നിങ്ങൾ ലോകത്ത് സംവാദാത്മകമായി ജീവിക്കാനുള്ള ഒരു സമൂഹമാണ്. നിങ്ങൾ സ്ഥാപിച്ചെടുക്കേണ്ട ഏറ്റവും മൂല്യവത്തായ വർത്തമാനം നിങ്ങളുടെ കൈവെള്ളയിൽ നിങ്ങൾ കരുതി വെച്ചിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ദീപശിഖയാണ്. നിങ്ങൾ എന്തിനു വേണ്ടി ആ ദീപശിഖ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ നിന്നൊരു വെളിച്ചം ഇങ്ങനെ പ്രസരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് 4000 വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കിടയിലേക്ക് ഇറങ്ങി വരുന്നതാണ് ഹജ്ജ്. നമ്മളെ ഓരോരുത്തരെയും നമ്രൂദിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിർത്തുന്നതാണ് ഹജ്ജ്. നമ്മളെ ഓരോരുത്തരെയും അഗ്നികുണ്ഡത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിയപ്പെടും മുൻപ് അള്ളാഹുവിൽ വരവേൽപ്പിക്കുന്നു എന്ന ഉറച്ച ബോധ്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്നെത്തിക്കുന്നതാണ് ഹജ്ജ്. ഒരുപാട് പാഠങ്ങൾ. എന്ത് രസമാണെന്നോ ചരിത്രം പഠിക്കാൻ, എന്ത് രസമാണെന്നോ ഹജ്ജിനെ കുറിച്ച് വായിക്കാൻ. പോയവരും അല്ലാത്തവരും ഒന്ന് വായിച്ചു നോക്കണം, അപ്പോഴാണ് അതിന്റെ രസം അറിയാം. എത്ര വായിച്ചാലും പുതുമയാണ്. നമ്മളെത്ര കാലമായി ഹജ്ജിനെ കുറിച്ച് കേൾക്കുന്നു, നമ്മളെത്ര കാലമായി ഹജ്ജിനെ കുറിച്ച് പറയുന്നു, എന്നിട്ട് തീർന്നോ അതിന്റെ വശ്യത? 4000 കൊല്ലം മുമ്പുള്ള കാര്യമല്ലേ പറയുന്നത്. എന്നിട്ട് അതിന്റെ വശ്യതയിൽ ഒരു തരിമ്പും നമുക്ക് മങ്ങലേറ്റിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കൂ. അപ്പൊ സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ? അല്ലാഹ് എല്ലായിടത്തും ഇല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ മക്കയിലേക്ക് പോണത്? പിന്നെ നിങ്ങൾ എന്തിനാ അറഫയിലേക്ക് പോണത്? പിന്നെ നിങ്ങൾ എന്തിനാ മിനയിലേക്ക് പോണത്? അല്ലാഹ് വിളിച്ചു എന്നല്ലോ അതിന്റെ മറുപടി. അല്ലാഹ് എല്ലായിടത്തും ഉണ്ട്. നമ്മളെ ഉള്ളിടത്ത് എല്ലായിടത്തും അള്ളയുണ്ട്. പക്ഷെ നിങ്ങൾ എന്തിനും മക്കയിലേക്ക് പോകണത് എന്ന് ചോദിച്ചാൽ അല്ലാഹ് വിളിച്ചു എന്ന ഒരൊറ്റ മറുപടിയെ അതിന് നമുക്ക് പറയാനുള്ളൂ. അല്ലാഹ് വിളിച്ചു, അല്ലാഹുവിന്റെ ഭൂമിയിലേക്ക് എല്ലാം പറഞ്ഞു. അത്രമേൽ വശ്യതയുണ്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ഊർജ്ജത്തിന് എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നല്ല അടിമകളായി ജീവിച്ച് അവന്റെ അതിഥികളായി യാത്ര ചെയ്ത് പരിശുദ്ധ ഹജ്ജ് ഒക്കെ നിർവഹിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.